മൂവാറ്റുപുഴ കൈവിട്ട് കേസിൽ ഒരാൾ കൂടി കസ്റ്റഡിയിലായിരിക്കുന്നു. കണ്ണൂർ വിളക്കോട് സ്വദേശി സഫീറിനെയാണ് NIA കസ്റ്റഡിയിലെടുത്തത്. കേസിലെ മുഖ്യപ്രതി സവാദിന് ഒളിവിൽ കഴിയാൻ സഹായമൊരുക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഇന്ന് ഉച്ചയോടെയാണ് NIA സഫീറിനെ കസ്റ്റഡിയിലെടുത്തത്. അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ. അർജുൻ, ഈ കൈവിട്ട് കേസിൽ ഇപ്പോൾ ഒരാളെ കൂടി കസ്റ്റഡിയിലെടുത്തു എന്ന വിവരമാണ് ലഭിക്കുന്നത്. കണ്ണൂരിൽ എവിടെ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്? ഇയാൾക്ക് ഈ കുറ്റകൃത്യത്തിൽ ഏതെങ്കിലും തരത്തിൽ നേരിട്ട് പങ്കുണ്ടോ? വിനീത, അതായത് 2010 ജൂലൈ 4-ാം തീയതിയാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകൻ TJ ജോസഫിന്റെ മതനിന്ദ ആരോപിച്ചുകൊണ്ട് മതവർഗീയവാദികൾ ഇത്തരത്തിൽ കൈ വെട്ടി പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം 13 വർഷത്തിന് ശേഷമാണ് കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള എറണാകുളം സ്വദേശി സവാദിനെ കണ്ണൂർ മട്ടന്നൂരിലുള്ള പരിയാരം ബേരത്ത് വെച്ച് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ആ ഘട്ടത്തിൽ തന്നെ NIA സംഘം ഈ പ്രാദേശികമായി ഇത്രയും കാലം ഇദ്ദേഹത്തിന്, അതായത് ഈ പറയുന്ന സവാദിന് ഒളിവിൽ കഴിയാനുള്ള സൗകര്യവും അതുപോലെ തന്നെ ജോലിയുമെല്ലാം തരപ്പെടുത്തി നൽകിയത് ആരാണ് എന്നുള്ള അന്വേഷണവും ആ സമയത്ത് തന്നെ ഉടലെടുത്തിരുന്നു. അതിന്റെ പ്രാഥമികമായിട്ടുള്ള പരിശോധനയും അന്വേഷണവും എല്ലാം NIA നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ പ്രാദേശികമായി ഈ സവാദിന്, അതായത് ഈ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകൻ TJ ജോസഫിന്റെ കൈവെട്ട് കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള സവാദിന് കണ്ണൂർ മട്ടന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമായി ഒളിവിൽ കഴിയുന്നതിനും ജോലി തരപ്പെടുത്തി നൽകുന്നതിനും മറ്റ് സഹായങ്ങളും നൽകി എന്ന കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കണ്ണൂർ വിളക്കോട് സ്വദേശിയായിട്ടുള്ള സഫീറിനെ ഇന്ന് ഉച്ചയോടുകൂടി തലശ്ശേരിയിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. 7 മാസത്തിന് ശേഷം, അതായത് ഈ സവാദിനെ കസ്റ്റഡിയിലെടുത്തതിന് 7 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ കേസിൽ മറ്റൊരാൾ കൂടി കസ്റ്റഡിയിലാവുന്നത്, NIA കസ്റ്റഡിയിലാവുന്നത്. NIA ഈ സവാദിനെ, കേസിൽ 1-ാം പ്രതി സവാദിനെ കസ്റ്റഡിയിലെടുത്ത് NIA പ്രത്യേക കോടതിക്ക് മുമ്പാകെ ഹാജരാക്കുന്ന ഘട്ടത്തിൽ സമർപ്പിച്ചിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പ്രാദേശികമായിട്ടുള്ള സഹായങ്ങൾ പല ഘട്ടങ്ങളിൽ ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. പ്രധാനമായും ഈ സവാദ് മറ്റൊരു പേരിൽ, ഷാജഹാൻ എന്ന പേരിൽ ഇവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു, മരപ്പണിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനു പുറമെ വളപട്ടണത്തും വിളക്കോടും, ഇരട്ടി വിളക്കോടും ഇയാൾ താമസിച്ചിരുന്നു. വളപട്ടണത്ത് ഒരു ഫ്രൂട്ട്സ് കടയിൽ ഇയാൾ ജോലി ചെയ്തിരുന്നതായും വിളക്കോട് മരപ്പണി ചെയ്തതിനായി കണ്ടെത്തിയിരുന്നു. അപ്പോൾ NIA റിമാൻഡ് റിപ്പോർട്ടിൽ 1-ാം പ്രതിയായിട്ടുള്ള സവാദിനെ കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിൽ സമർപ്പിച്ചിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ കൃത്യമായ തോതിൽ പ്രാദേശിക സഹായങ്ങൾ ലഭിച്ചിരുന്നു എന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായി NIA ഈ സവാദിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ ഈ മേഖലയിൽ പരിശോധനയും അന്വേഷണവും എല്ലാം നടത്തിയിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ സവാദിനെ അറസ്റ്റ് ചെയ്തതിന് 7 മാസത്തിന് ശേഷം പ്രാദേശിക സഹായം ഈ സവാദിന് ലഭ്യമാക്കിയിട്ടുള്ള സഫീർ എന്ന് പറയുന്ന വിളക്കോട് സ്വദേശിയായിട്ടുള്ള സഫീറിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാൾ കൃത്യമായ തോതിൽ ഇതിനകത്ത് ഈ സവാദിനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് NIA കണ്ടെത്തൽ. കൃത്യമായ തോതിൽ താമസ സൗകര്യം ഒരുക്കി നൽകുന്നതിനും ജോലി തരപ്പെടുത്തി നൽകുന്നതിനുമെല്ലാം ഈ സഫീറാണ് സവാദിനെ സഹായിച്ചത് എന്നുള്ളതാണ് NIA കണ്ടെത്തലുണ്ടായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് NIA ഈ സഫീറിനെ ഇന്ന് ഉച്ചയോടുകൂടി തലശ്ശേരിയിൽ നിന്നും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. 2010 ജൂലൈ 4-ാം തീയതി തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകൻ TJ ജോസഫിനെ മതനിന്ദ ആരോപിച്ചുകൊണ്ടാണ് SDPIയുടെ പ്രവർത്തകന്മാർ, PFIയുടെ പ്രവർത്തകന്മാർ ഈ കൈവെട്ടി മാറ്റുന്നത്. അതിനുശേഷം 13 വർഷത്തിന് ശേഷമാണ് കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള സവാദിനെ NIA നിരവധിയായ പോലീസിന്റെ അന്വേഷണത്തിലെല്ലാം തന്നെ ഇദ്ദേഹം പലയിടങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്നു. അത്രയും വർഷം ഇദ്ദേഹം പലയിടങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞു. കണ്ണൂർ മട്ടന്നൂരിലെ ബേരത്ത് വെച്ചാണ് ഇദ്ദേഹം 1 വർഷം ഷാജഹാൻ എന്ന പേരിലായിരുന്നു ആ ഘട്ടത്തിൽ ഇവിടെ താമസിച്ചിരുന്നത്, ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അതിന് തൊട്ടു മുൻപ് വളപട്ടണത്തും ഇരിട്ടി വിളക്കോടും ഇയാൾ താമസിച്ചിരുന്നു. ആ വിളക്കോട് കൃത്യമായ തോതിൽ ഈ പറയുന്ന സഫീറിന്റെ സഹായത്തോടു കൂടിയാണ് താമസവും അതുപോലെ തന്നെ ജോലിയുമെല്ലാം ലഭിച്ചിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ NIA കണ്ടെത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സഫീറിനെ ഇന്ന് ഉച്ചയോടുകൂടി കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. വിനീത, ശരി. അർജുൻ കല്യാടാണ് കണ്ണൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.